ഹലോ ഗൈസ്, അമേ ഹിയർ. ഞാനിന്ന് നമ്മുടെ അടുത്ത ടെക്നിക്കായിട്ടാണ് വന്നിരിക്കുന്നത്. മാനിഫെസ്റ്റേഷന്റെ നമ്മുടെ സെക്കൻഡ് ടെക്നിക്കായിട്ടാണ് വന്നിരിക്കുന്നത്. ആ ടെക്നിക്കിന്റെ പേരാണ് അഫർമേഷൻ. ഒരു ബോക്സിംഗ് കോമ്പറ്റീഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ തന്നെ വിശ്വസിക്കേണ്ട, ലൈക്ക് ഐ എം ദ ചാമ്പ്യൻ, ഐ എം ദ ചാമ്പ്യൻ, ഐ എം ദ ചാമ്പ്യൻ, ഐ എം ദ ബോക്സിംഗ് ചാമ്പ്യൻ എന്ന് സ്വന്തമായിട്ട് പറഞ്ഞ് ലൈക്ക് നമ്മ അതൊരു എപ്പോഴും പ്രാക്ടീസ് ചെയ്യുമ്പോഴും എപ്പോഴൊക്കെ നമ്മ അതിങ്ങനെ ഒരു ഫീലോടെ 100% ഫീലോടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പറ്റുമെന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ എന്ത് കാര്യം നമ്മൾ റിപ്പീറ്റഡ്ലി ലൈഫിൽ കോൺഷ്യസ്ലിയോ അൺകോൺഷ്യസ്ലിയോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അത് നമ്മുടെ ലൈഫിലേക്ക് മാനിഫെസ്റ്റഡ് ആവുമെന്നാണ് പറയപ്പെടുന്നത്. അത് കാര്യം എന്താണെന്ന് വെച്ചാൽ റിയാലിറ്റി എന്ന് പറയുന്നത് ഓൾട്ടർ ചെയ്യാനും ഷിഫ്റ്റ് ചെയ്യാനും നമ്മൾ യൂസ് ചെയ്യുന്ന കുറെ എലമെന്റിൽ ഒരു എലമെന്റ് ആണ് വേർഡ്സ്. ഓക്കെ, നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ റിയാലിറ്റി ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. കാര്യം അത് വേറൊന്നും കൊണ്ടല്ല, തോട്ട്സ് മേക്സ് വേർഡ് എന്ന് പറയുന്ന പോലെ വേർഡ്സ് മേക്സ് തോട്ട്. ഓക്കെ, ആ തോട്ട് പിന്നെ അതൊരു സബ് കോൺഷ്യസ് മൈൻഡ് റീവയർ ചെയ്യാനും അത് പിന്നെ അത് നമ്മുടെ റിയാലിറ്റിയിലേക്ക് ഹാപ്പൻ ചെയ്യാനും പറ്റും എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ അഫർമേഷൻസ് എപ്പോഴും പവർഫുൾ ആയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് റീവയർ ചെയ്യാനായിട്ട് ഏറ്റവും ഫാസ്റ്റസ്റ്റ് വേയും നമുക്കിതാണ്, അഫർമേഷനിലൂടെയാണ് നമുക്ക് പറ്റുന്നത്. അത് പല രീതിയിലുള്ള അഫർമേഷൻ ഉണ്ട്, റോബോട്ടിക് ഉണ്ട്, അതുകൂടാണ്ട് ഫീൽ ചെയ്ത് അഫർമ ചെയ്യണതുണ്ട്, അങ്ങനെ പല രീതിയിലുള്ള അഫർമേഷൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഏത് രീതിയിലുള്ള അഫർമേഷൻ ആണ്, നമുക്ക് ആ പവർഫുൾ ആയിട്ടുള്ള അഫർമേഷനെ പറ്റിയിരിക്കും നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് അഫർമേഷൻസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചിലവർക്ക് അഫർമേഷൻസ് ഐ ആം കോൺഫിഡൻറ്റ്, ഐ ആം ചാമ്പ്യൻ, ഐ ആം സ്ട്രോങ്, അങ്ങനെ ലൈക്ക് നമുക്ക് എന്താണോ ആവേണ്ടത് അതിൻ്റെ ഒപ്പം നമ്മൾ ഐ ആം ചേർത്ത് തന്നെ ചിലപ്പോൾ ചിലവർക്ക് അത് വർക്കൗട്ട് ആവും, ചിലവർക്ക് അത് വർക്കൗട്ട് ആവില്ല. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവര് ലൈക്ക് റിവേഴ്സ് ആയിട്ട് അത് ചിന്തിക്കും, ലൈക്ക് പോസിബിൾ ആണോ, നടക്കുമോ എന്നൊക്കെ ചിന്തിക്കണോണ്ടാണ് അവർക്ക് അത് എഫക്റ്റീവായിട്ട് വരാത്തത്. അപ്പൊ അതിന് പറ്റിയ സൊല്യൂഷൻ എന്താന്ന് വെച്ചാൽ എപ്പോഴും അഫർമേഷൻസ് പറയുമ്പോൾ ഫീലിങ്സിലാണ് കാര്യം. നമ്മ എന്ത് അഫർമേഷൻ പറയുമ്പോഴും ലൈക്ക് നമ്മ ഒരു ഐ എം ദ ചാമ്പ്യൻ എന്നുള്ളത് ആ ഒരു കണ്ണുകൂട്ടി നമ്മ ഒരു സറൗണ്ടിങ്സ്, ആ ചാമ്പ്യന്റെ ഒരു സറൗണ്ടിങ്സ് ഫീൽ ചെയ്ത് നമ്മ കണ്ണുകൂട്ടി നമ്മ എത്രത്തോളം ഫീൽ ചെയ്ത് പറയുന്നു, അപ്പോഴാണ് അതിനൊരു ഡെപ്ത് വന്നത്. നമ്മ വെറുതെ റോബോട്ടിക് ആയിട്ട് പറയണേല് കാര്യമില്ലെന്നല്ല, പക്ഷെ അത് ലൈക്ക് റോബോട്ടിക് അഫർമേഷൻ എന്ന് പറഞ്ഞു വരുമ്പോഴത്തേക്ക് അത് വേറൊരു ഇതാണ്. അതൊരു ടൈം എടുക്കും, അത് നമ്മൊരു എൻ നമ്പർ ഓഫ് ടൈം പറയണം, ഒരു ലെവല് കടന്ന് പോണം. അത് വേറെ രീതിയാണ്. അതിനേലും എപ്പോഴും എഫക്റ്റീവും പെട്ടെന്ന് നമുക്ക് റീവയർ ചെയ്യാൻ പറ്റിയ രീതി ഫീലിങ്സ് ചേർത്ത് നമ്മ ആ ഒരു ഫീലിങ്സോടെ കണ്ണുകൂട്ടി ആ സിനാരി ആലോചിച്ച് അതിനെപ്പറ്റി പറയാന്നുള്ളതാണ് മെയിനായിട്ട് അഫർമേഷൻ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു രീതി. ഈ അഫർമേഷന്റെ കേസ് വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ വിട്ടുപോകുന്ന കാര്യം എന്ന് വെച്ചാല് നമ്മള് ഇപ്പൊ തമാശക്കായാലും അല്ലെങ്കിലും നമ്മളെ എങ്ങനെയാണ് പോർട്രേറ്റ് ചെയ്യുന്നത്, നമ്മളെങ്ങനെയാണ് നമ്മളെ പറ്റി മറ്റുള്ളവരോട് പറയണത്, നമ്മളെങ്ങനെയാണ് നമ്മളെ പറ്റി പറയുന്നത് എന്നൊക്കെ എപ്പോഴും ശ്രദ്ധിക്കണം. ഒരിക്കലും നെഗറ്റീവ് ടേംസോ ഒരു തമാശക്ക് പോലും ആയാലും നമ്മൊരു നെഗറ്റീവ് ടേംസോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിൽ നമ്മൾ സംസാരിക്കരുത്. നമ്മളെപ്പോഴും എന്താണ് നമ്മൾ അച്ചീവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്താണോ നമുക്ക് നമ്മുടെ ഗോൾസ് എന്താണോ ആ ഒരു സ്റ്റേറ്റ്മെന്റ്സ് വേണം നമ്മൾക്ക് വേണ്ടി യൂസ് ചെയ്യാനായിട്ട്. എവിടെയാണ് പുറത്ത് ഉള്ള ആൾക്കാരോടായാലും നമ്മളോടായാലും അങ്ങനെ വേണം നമ്മൾ സംസാരിക്കാനായിട്ട്. ചിലവരുടെ കേസിൽ, കുറെ പേരുടെ കേസിൽ അഫർമേഷൻസ് വർക്കാറില്ല. അവര് ഡീപ്പ് ഇൻസൈഡ് ലൈക്ക് കൺഫ്യൂസ്ഡ് ആയിരിക്കും. ഇത് ശരിക്കും ഞാൻ ജയിക്കോ, അല്ലെങ്കിൽ ഇത് നടക്കോ, ഇത് വെറുതെ ഇങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണേ, ഇത് നടന്നിട്ടില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഐ എം ചാമ്പ്യൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്കത് ലൈക്ക് ഒട്ടും എഫക്റ്റീവ് അല്ല. കാര്യം നമ്മുടെ ഉള്ളിൽ ഡീപ്പ് ഇൻസൈഡ് ആണ് നമുക്കിത് പോകേണ്ടത്. നമ്മുടെ ഇത് സബ് കോൺഷ്യസ് മൈൻഡ് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ഡീപ്പ് ഇൻസൈഡ് നമ്മൾക്ക് ഈ വേർഡ്സ് എത്തണം. ഈ ഫീലിംഗ് അത് നമുക്ക് ഫീലിങ്ങിലൂടെ പറ്റുള്ളൂ. നമ്മ ഇങ്ങനെ പറയുമ്പോ നെഗറ്റീവായിട്ട് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് ഡീപ്പ് ഇൻസൈഡ് പോകുള്ളൂ, നമ്മുടെ ഉള്ളിലേക്ക് നെഗറ്റിവിറ്റി ഇറങ്ങിപ്പോളൂ നമ്മ ഇത് പറഞ്ഞാലും. അപ്പൊ നേരെ ഓപ്പോസിറ്റ് നടക്കും. അപ്പൊ ആൾക്കാർക്ക് ലൈക്ക് ഇതിനെപ്പറ്റിയുള്ള വിശ്വാസം കുറയും, അഫർമേഷൻസ് വർക്ക് ആവില്ല. പിന്നെ എപ്പോഴും അഫർമേഷൻസ് പറയുമ്പോ ലൈക്ക് നമുക്കിപ്പോ ഭയങ്കരമായിട്ട് നമുക്കതൊരു ഇപ്പൊ ലൈക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ, ഇപ്പൊ നേരത്തെ ബോക്സിംഗ് തന്നെ എടുക്കാം. ഐ എം ദ ബോക്സിംഗ് ചാമ്പ്യൻ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നമുക്കത് ഇത് നൊണയാണ് ഭയങ്കരമായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് പറയുന്നുണ്ടെങ്കിൽ കട്ട് ഓഫ്, അത് പറയാതിരിക്കുന്നത് നല്ലത്.
അങ്ങനെ അത് പറയണ്ട. അപ്പൊ ആ രീതിയിൽ പറയണ്ട, നമുക്കത് കുറച്ചുകൂടെ അഫർമേഷൻ വേറൊരു രീതിയിൽ നമുക്കത് പറയാം. അതെങ്ങനെയാന്ന് വെച്ചാല് ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സിനോട് പറയണല്ലോ, നമ്മൾ ജയിച്ചു കഴിഞ്ഞിട്ട് ഫ്രണ്ട്സിനോട് എങ്ങനെ സംസാരിക്കുക, അതേപോലെ നമ്മളോട് തന്നെ കണ്ണാടി നോക്കി സംസാരിക്കുക. ഓക്കെ, ലൈക്ക് ഞാൻ ചാമ്പ്യനായി, ഞാനാണ് ഇപ്പൊ ചാമ്പ്യൻ, ലൈക്ക് അങ്ങനെ ഒരു രീതിയിൽ ഞാനാണ് ഇപ്പൊ ചാമ്പ്യൻ, ഞാൻ ഇങ്ങനെ ഇത്ര റൗണ്ടിൽ അവൻ ഇങ്ങനെ നോക്കിയത്, അങ്ങനെ ഞാൻ ചാമ്പ്യനായി, ഇത്രയും മാച്ചസ് ഉണ്ട്, ഞാൻ ഇത്രയും മാച്ചസ് കളിച്ചിട്ട് ഞാൻ ഇത്ര ഇതായിട്ടാണ് ഞാൻ എങ്ങനെയാണെന്നുള്ളത് ലൈക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മളോട് തന്നെ അതിങ്ങനെ ഇടക്കിടക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക, കണ്ണാടി നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് ഭയങ്കര എഫക്റ്റീവ് ആയിരിക്കും. മറ്റേ നമുക്ക് ഭയങ്കരമായിട്ട് തോന്നണേ ഇത് നെഗറ്റീവ് നടക്കും തോന്നല്ല എന്നുള്ളൊരു കേസിനാരിയോ നമുക്ക് തോന്നണമെങ്കിൽ നമുക്ക് ഇതാണ് കുറച്ചുകൂടെ, അല്ലെ ഇതാണ് ബെസ്റ്റസ്റ്റ് ഓപ്ഷൻ. എപ്പോഴും അഫർമേഷൻ ഈ ഒരു ഓപ്ഷൻ എപ്പോഴും ബെസ്റ്റസ്റ്റ് ആണ്. ഈ ഒരു മെത്തേഡ് എപ്പോഴും വർക്ക് ആവുന്ന ഒരു മെത്തേഡാണ്. അതുപോലെ തന്നെ നമ്മൾ ഭയങ്കര വീക്കായിട്ടിരിക്കുന്ന ടൈമിൽ അഫർമേഷൻസ് ഒക്കെ പറയുമ്പോ ലൈക്ക് അത് പറയേണ്ട രീതി എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മ വിന്നിങ് ഉണ്ടായിട്ടുണ്ടല്ലോ, ലൈഫിലെ വിന്നിങ് സ്റ്റേജസ് ഉണ്ടായിട്ടുണ്ടാവല്ലോ പാസ്റ്റില്, അത് നമ്മ ആലോചിച്ച് നമ്മ ആ ഫീലിങ്സ് റീകളക്ട് ചെയ്തിട്ട് വേണം അഫർമേഷൻസ് പറയാൻ. നമുക്ക് അല്ലാണ്ട് നമ്മ ഭയങ്കര വീക്കായിട്ട് ചാമ്പ്യൻ, അല്ലെങ്കിൽ നമ്മ ഒരു ബ്രോക്കൺ സ്റ്റേജിൽ ഇരുന്നിട്ട് ഐ ആം ചാമ്പ്യൻ എന്നൊന്നും ലൈക്ക് അങ്ങനെ ഒന്നും പറയരുത്. നമ്മ ആ ഒരു സ്റ്റേജിൽ ഇരിക്കണമെങ്കിലും നമ്മ ലൈക്ക് ആലോചിക്കാം, നമ്മുടെ പാസ്റ്റിൽ നമ്മുടെ ഏതെങ്കിലും ഒരു വിന്നിങ് ഉണ്ടാവുമല്ലോ, ആ ഒരു വിന്നിങ്ങിനെ പറ്റി ആലോചിക്കുക, ആ വിന്നിങ്ങിൽ ഉണ്ടായിരുന്ന ആ ഒരു സറൗണ്ടിങ്സ്, ആ ഒരു ഫീലിങ്സ് ഒക്കെ ആലോചിച്ച് മനസ്സിൽ വന്നിട്ട് നമ്മ ലൈക്ക് നൈസായിട്ട് ഇതിനെപ്പറ്റി അഫർമ ചെയ്യുക. അപ്പൊ നമുക്ക് ആ ഒരു അഫർമേഷൻസ് വർക്കൗട്ടായി തുടങ്ങും. നമുക്ക് അഫർമേഷൻസ് രാവിലെയാണോ രാത്രിയാണോ പറയേണ്ടതെന്ന് വെക്കുന്നവരോട് ലൈക്ക് രാവിലെയും രാത്രിയും നല്ലതാണ്. രാവിലെ എപ്പോഴും നമ്മുടെ ഇന്നത്തെ ഡേ എങ്ങനെയായിരിക്കണം എന്നുള്ളത് നമുക്ക് ഡിസൈൻ ചെയ്ത് അഫർമ ചെയ്യാണ് കുറച്ചുകൂടി നല്ലതാണ്. ഓക്കെ, അതിനാണ് രാവിലത്തെ സെഷൻ നമ്മൾ അഫർമ ചെയ്യാൻ പറയുന്ന കാര്യം. രാത്രി പറയണമെന്ന് വെച്ചാൽ കിടക്കുന്നതിന് മുമ്പായിട്ട് അഫർമ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സബ് കോൺഷ്യസ് മൈൻഡ് റീവയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. രാത്രി എപ്പോഴും സ്ട്രിക്ട്ലി നമ്മ റീവയർ ചെയ്യാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുക. കാര്യം റീവയറിങ് പ്രോഗ്രാമിംഗ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ഇപ്പൊ നമ്മ എത്ര കൊല്ലം നമ്മ ജനിച്ചു വളർന്നു അത്രത്തോളം നമ്മുടെ മനസ്സ് സബ് കോൺഷ്യസ് മൈൻഡ് പ്രോഗ്രാംഡ് ആണ്. ഓക്കെ, നമ്മപ്പോ ആ ഒരു കുറെ നെഗറ്റീവ് ബിലീവ്സും കുറെ ബ്ലോക്കേജസിലൂടെയാണ് നമ്മ വന്നേക്കണത്. അപ്പൊ ഇതിങ്ങനെ ആലോചിച്ച് ചിന്തിച്ച് പറഞ്ഞേ നമുക്കതിങ്ങനെ മാറ്റാൻ പറ്റുള്ളൂ. അപ്പൊ മാക്സിമം രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മ ഇത് റീവയർ ചെയ്യാൻ വേണ്ടി നമ്മ എപ്പോഴും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക, നമ്മ ഇത് അഫർമേഷൻസ് പറഞ്ഞുകൊണ്ടിരിക്കുക, നമ്മ അത് ഫീൽ ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. അതെപ്പോഴും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ റീവയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യേ, അത് നമ്മുടെ ലൈഫിലേക്ക് റിയാലിറ്റി ആയിട്ട് മാറാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, അഫർമേഷൻസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ 3 രീതിയിൽ പറ്റും. ഒന്ന്, റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ, രണ്ടാമത്തത് എഴുതുന്നത് എപ്പോഴും നല്ലതാണ്. നമ്മുടെ മെയിൻ ഗോൾസ്, നമ്മുടെ മെയിൻ അഫർമേഷൻസ് ഒക്കെ എപ്പോഴും ഒരു 21 ടൈംസ് ഡെയിലി എഴുതാൻ പറ്റിയ അത്രയും നല്ലതാണ്. വേറെ ഒന്നെന്ന് പറയുന്നത് നമുക്ക് റെക്കോർഡ് ചെയ്തിട്ട് കേട്ടോണ്ടിരിക്കാം. അതൊരു സബ്ലിമിനൽ എഫക്റ്റ് ആണ് നമുക്ക് തരുന്നത്. നമുക്ക് കേട്ടോണ്ടിരുന്നതിനാല് നമ്മളിപ്പോ കോൺഷ്യസ്ലി അൺകോൺഷ്യസ്ലി നമ്മ ഇത് കേട്ടോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് എടുക്കും, റെക്കോർഡ് ചെയ്യും എന്നാ പറയുന്നത്, റീവയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അത് നമ്മ എന്തെങ്കിലും വർക്ക്ഔട്ട് ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വർക്ക് ചെയ്യണതിന്റെ ഇടയിലോ, അല്ലെങ്കിൽ നമ്മൾ നടക്കുമ്പോഴോ, അല്ലെങ്കിൽ ഓഫീസിൽ പോണ വഴി, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇപ്പൊ നമുക്ക് വേറെ അഫർമേഷൻ പറയാനും ഇതിനൊന്നും നമുക്ക് സമയം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാം. ഓക്കെ, റെക്കോർഡ് ചെയ്തിട്ട് നമുക്ക് ഇതിങ്ങനെ കേട്ടോണ്ടിരിക്കാൻ ഡെയിലി. അപ്പൊ ഇങ്ങനെയാണ് അഫർമേഷൻ വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. ഇതാണ് അഫർമേഷൻ ടെക്നിക്ക്. ഇപ്പൊ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ്സിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. Stay grounded, stay happy.